ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായം നാം പഠിച്ചു തീർത്തു. 1-ാം അധ്യായത്തിന്റെ ഒരു പുനരവലോകനം എടുക്കുകയും ചെയ്തു. 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ക്ലാസ്സിൽ. നേരത്തെ പഠിച്ച കാര്യം ഓർക്കുകയാണെങ്കിൽ, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. നീ കണ്ടത് കർത്താവായ യേശുക്രിസ്തു, അതായിരുന്നു 1-ാം അധ്യായം. ഇപ്പോഴുള്ളത് സഭകളാണ്, ക്രിസ്തുവും സഭകളും. ഇപ്പോൾ സഭയാണ് എല്ലാവരും കാണുന്നത്. അതാണ് 2, 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലും. സംഭവങ്ങളുടെ ക്രമവും അധ്യായങ്ങളിലെ വിവരങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചപ്പോൾ പൊതുവായിട്ട് ആളുകളുടെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, 6-ാം അധ്യായം മുതൽ ആണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതിനു മുമ്പ് ഉള്ള അധ്യായങ്ങൾ, അതായത് 2, 3, 4, 5 അധ്യായങ്ങൾ അത്ര വിഷമമുള്ള കാര്യങ്ങളല്ല. അതെല്ലാം നമുക്ക് വളരെ വേഗം ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല പ്രസംഗങ്ങളും ഈ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ആളുകൾ കേട്ടിട്ടുമുണ്ടാകും. സഭകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ 2, 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ആരാധനയെക്കുറിച്ച് 4, 5 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നതും പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് അതൊന്നും വിഷമമില്ല. 6-ാം അധ്യായത്തിലായാലാണ് ഇനി വിഷമമുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അവിടെ മുദ്രകൾ പൊട്ടിക്കുന്നു, കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്നു, കലശങ്ങൾ എറിയുന്നു, പല സംഭവങ്ങൾ അടയാളങ്ങളായിട്ടിരിക്കുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ തന്നെ ഒരു തിരുത്തൽ ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2, 3 അധ്യായങ്ങളും 4, 5 അധ്യായങ്ങളും നാം ഗ്രഹിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ സന്ദേശം നാം ഉൾക്കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. 2, 3 അധ്യായത്തിൽ സഭകൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും തിരുത്തലുകളെക്കുറിച്ചും, അത് കഴിഞ്ഞിട്ട് 4, 5 അധ്യായങ്ങൾ പറയുന്ന ആരാധനയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുക. ത്രോൺ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വെയിറ്റ് ചെയ്ത് കർത്താവിന്റെ ശബ്ദം കേൾക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് വെയിറ്റ് എ മിനിറ്റ് ആൻഡ് ലിസൺ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക. നമ്മളിതെല്ലാം കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ത്രോൺ റൂമിലേക്ക് പ്രവേശിച്ചാൽ അവിടെ സ്ഥിരമായിട്ട് വസിക്കുവാൻ ഇടയാകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ളത്. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് 2, 3 അധ്യായങ്ങൾ വളരെ ഗൗരവമായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ നടപടിയിൽ കൊണ്ടുവരികയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മുഖവരിയോടുകൂടി നമുക്ക് 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് ഒരാമുഖം ഇന്ന് ചിന്തിക്കാം. 2, 3 അധ്യായങ്ങളിൽ ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ചസ്, ക്രിസ്തുവും സഭകളും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏഷ്യ മൈനറിലെ 7 പ്രാദേശിക സഭകൾക്ക് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ട് യോഹന്നാൻ എഴുതി അയച്ച സന്ദേശങ്ങളാണ് നാം വായിക്കുന്നത്. 2, 3 അധ്യായങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ വഴി ഏഷ്യ മൈനറിലുള്ള 7 പ്രാദേശിക സഭകൾക്ക് സന്ദേശങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് തന്നെയാണ് ഈ സന്ദേശങ്ങൾ അയക്കുന്നതെന്ന് ഓർക്കുക. 1-ാം അധ്യായത്തില് 13-ാം വാക്യം, 16-ാം വാക്യം, 20-ാം വാക്യം, ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. 2ലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന 3 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന്റെ 13, 16, 20 വാക്യങ്ങൾ ഞാൻ ഓരോന്നായിട്ടൊന്ന് വായിക്കാം. 1-ന്റെ 13, 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. 16-ാം വാക്യം, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 20-ാം വാക്യത്തില് ഈ കണ്ടതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഇത് നേരത്തെ നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്.
അതുകൊണ്ട് 7 നക്ഷത്രങ്ങൾ കാണുമ്പോൾ അത് 7 സഭകളുടെ ദൂതന്മാരാണെന്നും 7 നിലവിളക്കുകൾ 7 സഭകളാണെന്നും ഓർത്തിരിക്കേണ്ടതാണ്. 7നെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. 7 തികവിൻ്റെയും പൂർണ്ണതയുടെയും, കംപ്ലീറ്റ്നെസ് ആൻഡ് ഫുൾനെസ് സംഖ്യയാണ് എന്ന് നേരത്തെ പഠിച്ചത് ഓർക്കുമല്ലോ. 7 സഭകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ സഭകളും എന്നർത്ഥം. ഏഷ്യ മൈനറിലെ 7 പ്രാദേശിക സഭകൾ മാത്രം എന്ന് ചിന്തിക്കരുത്. ലോകത്തെമ്പാടുമുള്ള എല്ലാ ദൈവസഭകളും, ചർച്ച് യൂണിവേഴ്സൽ ആൻഡ് ഓൾ ദ ലോക്കൽ ചർച്ചസ് ഓർ ദ കംപ്ലീറ്റ് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭയിൽപ്പെട്ട എല്ലാ ആളുകളും, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവസഭകളും എന്ന അർത്ഥമാണ്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ സകല ശുശ്രൂഷക്കാരും, നേതാക്കന്മാരും, നടത്തിപ്പുകാരും, മൂപ്പന്മാരും, ഇടയന്മാരും അല്ലെങ്കിൽ പാസ്റ്റർമാരും, മേൽനോട്ടക്കാരും, അധ്യക്ഷന്മാരും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓൾ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദ ചർച്ചസ് ഓൾ ഓവർ ദ വേൾഡ്. സാർവലൗകികമായിട്ട് എല്ലാ സഭകളിലും ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ 7 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 7 നിലവിളക്ക് 7 സഭകൾ. യേശു സഭകളുടെ നടുവിൽ സഭകളുടെ സകല ചലനങ്ങളും നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശു. അതുകൊണ്ട് യേശു ഈ സഭകളുടെ നടുവിൽ നടക്കുമ്പോൾ സഭകളുടെ എല്ലാ ചലനങ്ങളും യേശുവിന്റെ ശ്രദ്ധയിലും അവന്റെ സാന്നിധ്യത്തിലുമാണ് നടക്കുന്നത്. ആ കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, സഭകളുടെ ദൂതന്മാരെല്ലാം യേശുവിന്റെ നിയന്ത്രണത്തിലാണ്. ഈ യേശു ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു ന്യായാധിപതിയായിട്ടും രാജാവായിട്ടും പുരോഹിതനായിട്ടുമാണ് എന്ന് നാം പഠിച്ചത് ഓർക്കുക. യേശു ഇറങ്ങി വന്നിരിക്കുന്നത് ന്യായം വിധിക്കാൻ, രാജത്വം നടത്തുവാൻ, നമുക്ക് വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. അവന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുണ്ട്. അവന്റെ ത്രിവിധ ശുശ്രൂഷകളെ കുറിച്ച് നാം ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പരിശോധിക്കുന്നു, അവൻ ഇടപെടുന്നു, അവൻ പക്ഷപാതം ചെയ്യുന്നു. ഹി ഇൻസ്പെക്ട്സ്, ഹി ഇന്റർവീൻസ് ആൻഡ് ഇന്റർസീഡ്സ് ഫോർ ഹിസ് മിനിസ്ട്രി ഓഫ് ഇൻസ്പെക്ഷൻ, ഇന്റർവെൻഷൻ ആൻഡ് ഇന്റർസെഷൻ. കർത്താവ് യേശുക്രിസ്തു നമ്മെ പരിശോധിക്കുന്നവനും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നവനും നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നവനും ആണ് എന്ന് നേരത്തെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലിരിക്കണം. അവൻ പരിശോധിച്ചപ്പോൾ സഭകൾക്ക് പലതരത്തിലുള്ള കുറവുകൾ, പലതരത്തിലുള്ള പോരായ്മകൾ ഉള്ളതായി കണ്ടു. സഭകളെ പരിശോധിച്ചപ്പോൾ, സഭകളുടെ നടുവിൽ യേശു നടന്നപ്പോൾ സഭകൾക്കുള്ള കുറവുകളും പോരായ്മകളും യേശു കണ്ടു. ആ കാര്യങ്ങളിൽ അവൻ ഇടപെട്ടിട്ട് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. പോരായ്മകൾ കണ്ട് തിരുത്തലുകൾ ആവശ്യപ്പെടുകയും അത് തിരുത്തി നന്നായിട്ട് ജീവിക്കുന്നതിനായിട്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെയും ശുശ്രൂഷയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ കാണുന്നു, തിരുത്താൻ ആവശ്യപ്പെടുന്നു, എന്നിട്ട് ആവശ്യമായ ശക്തി തന്നിട്ട് അത് നടപടിയിലാകുവാനായിട്ട് അവൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നു. നാം തിരുത്തുന്നില്ലെങ്കിൽ നമുക്ക് വരുന്ന ഭവിഷ്യത്തുകളും തിരുത്തി ശരിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജയിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും യേശു സഭകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കുറവുകൾ, പോരായ്മകൾ എടുത്തു കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തിരുത്തുന്നതിന് വേണ്ടിയാണ്. തിരുത്തിയാൽ നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ, തിരുത്തിയില്ലെങ്കിൽ നമുക്ക് വരാവുന്ന ന്യായവിധി, ഈ കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു സഭകളുടെ ഒരു വിശദമായ സ്കാൻ എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഹോൾ ബോഡിയുടെയോ സ്കാൻ എടുത്തിട്ട്, സ്കാൻ വായിക്കാൻ അറിയാവുന്നത് ഡോക്ടർക്കാണല്ലോ, അദ്ദേഹം ഓരോന്നോരോന്നായി പേഷ്യന്റിന് വിശദീകരിച്ചു കൊടുത്തിട്ട് ഇന്നിന്ന ക്രമീകരണങ്ങൾ ആവശ്യമാണ്, ഇന്നിന്ന നടപടികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇന്നിന്ന ഭവിഷ്യത്തുകളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭകളിൽ കൂടി നടക്കുന്നത് കൊണ്ട്, സഞ്ചരിക്കുന്നതുകൊണ്ട്, അവന്റെ സാന്നിധ്യം സഭകളിലും വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ ഉള്ളതുകൊണ്ട് അവന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് ഒരു സ്കാൻ എടുക്കുകയാണ്. എടുത്തിട്ട് കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ മാറ്റണം, തിരുത്തണം, ക്രമീകരണം വരുത്തണം, അല്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ്, ഇങ്ങനെ വരുത്തിയാൽ വരാവുന്ന ഗുണം എന്താണ്, ഇതെല്ലാം വിശദീകരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഒരു സഭാ ശുശ്രൂഷകനും കൂടി ആയിരുന്ന യോഹന്നാന് പെട്ടെന്ന് കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാൻ കഴിഞ്ഞു കാണും. കാരണം
സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ സഭയുടെ കുറവുകളൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. അത് അദ്ദേഹം നമ്മെ ഗ്രഹിപ്പിക്കുന്നതാണ് ഈ സന്ദേശങ്ങൾ. ആദ്യം യോഹന്നാൻ ഗ്രഹിച്ചു, അതിനുശേഷമാണ് അദ്ദേഹം സഭകൾക്ക് ഇത് എഴുതുകയും നാമും ഇത് ഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സന്ദേശങ്ങൾ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകള് ഈ കാലഘട്ടത്തിലെ വ്യാഖ്യാതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവര് 3 വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുത്താണ് ഈ സന്ദേശങ്ങളെ അപഗ്രഥിക്കുന്നത്. അതിനെ വേണമെങ്കിൽ കണ്ടംപററി ഇന്റർപ്രിട്ടേഷൻ, ക്രോണോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കോമ്പസിറ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കാം. ഒന്ന് സമകാലികമായ വ്യാഖ്യാനം, കാലാനുക്രമമായ വ്യാഖ്യാനം, വിവിധാംശം നിർമ്മിതമായ വ്യാഖ്യാനം. പലതരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. നാം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വായിക്കുന്ന വ്യാഖ്യാനം, ഞാൻ കേൾക്കുന്ന പ്രസംഗം ഏത് തരമായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതിനെങ്കിലും അത് നിങ്ങൾക്ക് സഹായകമാകും. കണ്ടംപററി, ക്രോണോളജിക്കൽ, കോമ്പസിറ്റ്. സമകാലികം, കാലാനുക്രമം, വിവിധാംശ നിർമ്മിതം. ഓരോന്ന് ഞാൻ കുറച്ചൊന്ന് വിവരിക്കാം. ഒന്ന് സമകാലികം അല്ലെങ്കിൽ കണ്ടംപററി ഇന്റർപ്രിട്ടേഷൻ, സമകാലിക വീക്ഷണം എന്ന് പറയുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ യോഹന്നാന്റെ കാലത്ത്, അതായത് യോഹന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് നാം ആവർത്തിച്ച് പറയുന്നത് പോലെ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 യഥാർത്ഥ സഭകൾ. ഈ സന്ദേശങ്ങൾ ആ യഥാർത്ഥ സഭകൾക്കുള്ള സന്ദേശങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ടർക്കിയാണ്. അത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ യോഹന്നാന് ഈ സഭകളെ പരിചയമുണ്ടായിരുന്നു. അവർക്ക് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളായി മാത്രം ഈ സന്ദേശങ്ങളെ കണ്ടാൽ മതി, അത് അവർക്കുള്ളതാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം വ്യാഖ്യാതാക്കളുണ്ട്. അവരെയാണ് സമകാലിക ചിന്താഗതിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വേറെ ഒരു വിഭാഗം ചിന്തകന്മാര്, വ്യാഖ്യാതാക്കള് ഇതിനെ കാലാനുക്രമമായിട്ടുള്ള ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കാലാനുക്രമവാദികൾ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് ആ വ്യാഖ്യാനത്തെ വിശേഷിപ്പിക്കാം. കാലാനുക്രമമായ സഭാചരിത്രത്തിന്റെ ഒരു വിശകലനമാണ് ഈ സന്ദേശങ്ങൾ എന്നാണ് അവർ പറയുന്നത്. കാലാനുക്രമമായിട്ട് സഭാചരിത്രത്തിന്റെ ഒരു വിശദീകരണം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, പെന്തക്കോസ്ത് നാളിൽ സഭ ജനിച്ചതു മുതൽ മധ്യാകാശത്തിൽ സഭ ചേർക്കപ്പെടുകയും സഭ മറയുകയും ചെയ്യുന്നത് വരെയുള്ള വിവിധ കാലഘട്ടങ്ങൾ, സഭാചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളാണ് ഈ 7 സഭകൾ പ്രതിനിധാനം ചെയ്യുന്നത്. മാളികമുറി മുതൽ മധ്യാകാശം വരെ, അപ്പർ റൂം ടു അപ്പർ എയർ എന്ന് വേണമെങ്കിൽ പറയാം. മാളികമുറി മുതൽ മധ്യാകാശം വരെ സഭാചരിത്രത്തെ പല ഡിസ്പെൻസേഷൻസ്, യുഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ യുഗങ്ങളാണിത് എന്ന് വാദിക്കുന്നു. ഈ ചിന്താഗതിക്കാർ സഭാചരിത്രത്തിന്റെ 7 ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കണ്ടെങ്കിലും ഞാൻ ചുരുക്കത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, എഫെസോസ് സഭ എന്ന് പറയുന്നത് അപ്പസ്തോലിക കാലഘട്ടം, സ്മുർണ സഭ എന്ന് പറയുന്നത് പീഡനത്തിന്റെ കാലഘട്ടം, പെർഗമാസ് സഭ എന്ന് പറയുമ്പോൾ ഭരണപരമായ പരിരക്ഷ സഭയ്ക്ക് ലഭിച്ച കാലഘട്ടം. ഇതൊക്കെ ദുരുപദേശങ്ങൾ ആ കാലഘട്ടത്തിൽ സഭയിൽ കടന്നു തുടങ്ങി. ത്വേധൈര എന്ന് പറയുമ്പോൾ ആത്മീയതയിൽ രാഷ്ട്രീയവും സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളും ശക്തമായിട്ട് കലരുകയും ദുരുപദേശങ്ങൾ പെരുകുകയും ചെയ്ത കാലഘട്ടം. സാർദീസ് എന്ന് പറയുമ്പോൾ ജാതികീയമായിട്ടുള്ള ആചാരങ്ങൾ ധാരാളമായി കടന്നുകൂടിയ കാലഘട്ടം. രാഷ്ട്രീയ മത കൂട്ടുകെട്ടുകളൊക്കെ സഭയുമായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഫിലാദൽഫിയ എന്ന് പറയുമ്പോൾ നവോത്ഥാന കാലഘട്ടം, ഉണർവും പീഡനവും എല്ലാം നേരിടേണ്ടി വന്ന കാലഘട്ടം. ലവോദിക്ക എന്ന് പറയുമ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് അപ്പസ്തോലിക കാലഘട്ടം മുതൽ അപ്പോസ്റ്റേറ്റ് അല്ലെങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്ന കാലഘട്ടം വരെയുള്ള സഭാ ചരിത്രത്തിന്റെ ഒരു കാലാനുക്രമമായിട്ടുള്ള പ്രോഗ്രഷൻ അല്ലെങ്കിൽ മുന്നേറ്റമാണ് ഈ 7 സഭകളുടെ സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇത് കോമ്പസിറ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ വിവിധ ഘടകങ്ങൾ ചേർന്നതാണ് ഈ സന്ദേശങ്ങൾ. വിവിധ അംശ നിർമ്മിതം അല്ലെങ്കിൽ വിവിധ ഘടകങ്ങൾ ചേർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സഭയ്ക്കുമുള്ള സന്ദേശങ്ങൾ എല്ലാ സഭയ്ക്കും ആവശ്യമുള്ള വിവിധ ഘടകങ്ങൾ ചേർന്നിരിക്കുന്ന സന്ദേശങ്ങളാണ്. ഓരോ സഭയും സഭയുടെ ഒരു പൂർണ്ണ ചിത്രമാണ്. എല്ലാ കാലഘട്ടത്തിലും ഏത് നാട്ടിലുമുള്ള എല്ലാ സഭകൾക്കും ആവശ്യമുള്ള ദൂതുകളാണ് 7 സഭകൾക്ക് നൽകിയിരിക്കുന്നത്. ഒന്നും ഒരു പ്രത്യേക
സഭയ്ക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിന് മാത്രമുള്ളതല്ല. ഈ സന്ദേശങ്ങളെ ഒരു പ്രത്യേക സഭയ്ക്കുള്ളതായിട്ടോ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ളതായിട്ടോ ചുരുക്കാനായിട്ട് പാടില്ല. ഈ സന്ദേശങ്ങൾ എല്ലാ സഭകൾക്കും എല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളതാണ് എന്ന് പറയുമ്പോൾ സഭയിലിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടതാണ് ഈ സന്ദേശം എന്നും കൂടി അതിനർത്ഥമുണ്ട്. എനിക്കും നിങ്ങൾക്കും, എൻ്റെയും നിങ്ങളുടെയും സഭയ്ക്കും വേണ്ടിയാണ് ഈ സന്ദേശം നൽകിയിരിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ വേദപുസ്തകത്തിൽ വരേണ്ടതില്ലായിരുന്നു. ആ സഭകൾക്ക്, അന്ന് ജീവിച്ചിരുന്ന സഭകൾക്ക് ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ആവശ്യമുള്ളതായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇത് വായിക്കേണ്ടതായിട്ട് വരുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ സഭകൾക്കും ആവശ്യമുള്ള വിവിധ ഘടകങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക തരത്തിൽ കർത്താവ് സന്ദേശങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വാക്യത്തിൽ ശ്രദ്ധിക്കുക, ആത്മാവ് സഭകളോട് പറയുന്നത്. ആത്മാവ് സഭകളോടെന്ന് പറയുമ്പോൾ എല്ലാ സഭകളോടും എന്നാണ് അർത്ഥം. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 11-ാം വാക്യം, 17-ാം വാക്യം, 29-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 6, 13, 22 ഈ വാക്യങ്ങളിലെല്ലാം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സഭകളോടുമാണ് സംസാരിക്കുന്നത്. കേൾക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ചെവിയുള്ളവൻ. ചെവിയുള്ള സഭയല്ല, ചെവിയുള്ള വ്യക്തിയാണ്. അപ്പൊ സഭ എന്ന് പറയുന്നത് ബഹുവചനമായിട്ടും പ്ലൂറലായിട്ടും, ചെവിയുള്ളവൻ എന്ന് പറയുന്നത് സിംഗുലർ, ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഭകളോടാണ് സംസാരിക്കുന്നതെങ്കിലും ചെവിയുള്ള വ്യക്തികളാണ് കേൾക്കേണ്ടത്. 7 സഭകൾ എന്ന് പറയുമ്പോൾ 7 തരം സഭകൾ, 7 തരം വ്യക്തിത്വങ്ങൾ. ഈ ഭൂമിയിലെ സഭകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലാണ് സഭകൾ പ്രവർത്തിക്കുന്നത് കാണുന്നത്. ആ എല്ലാ തരങ്ങളും എന്നർത്ഥം. പലതരത്തിലുള്ള വ്യക്തികളാണ് സഭയിൽ ഇരിക്കുന്നത്, അതിനകത്തുള്ള എല്ലാ തരം വ്യക്തികളും എന്ന് ചുരുക്കം. സഭയുടെ തുടക്കം മുതൽ യേശുവിന്റെ പുനരാഗമനം വരെ ഈ 7 തരത്തിലുള്ള സഭകളും വ്യക്തികളും ഉണ്ടാകും. ശ്രദ്ധിക്കുക, സഭ ആരംഭിച്ച പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവ് സഭയെ ചേർക്കുന്ന ദിവസം വരെ നിലനിൽക്കുന്ന സഭയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നർത്ഥം 7 തരത്തിലുള്ള സഭകൾ, അല്ലെങ്കിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്ന സഭകൾ, പലതരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾ. അതിന്റെ കംപ്ലീറ്റ്നെസ് ആണ് 7 എന്ന് പറയുന്നത്. അപ്പൊ ദൈവ സന്ദേശം എല്ലാവരും വേണ്ടതുപോലെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ആളുകൾക്കും തിരുത്തലുകൾ ആവശ്യമുണ്ട്, എല്ലാവർക്കും സന്ദേശങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ എല്ലാവരും അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യവും കർത്താവിനറിയാം. ക്രിസ്തു സഭകളോട് സംസാരിച്ചത് ഒരു പ്രത്യേക രീതിയിലാണെന്നുള്ള കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സന്ദേശങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ, ഒരു പ്രത്യേക ഫോർമാറ്റ്, എ ഡെഫിനിറ്റ് ഓർഡർ ഓർ എ ഡെഫിനിറ്റ് പാറ്റേൺ, ആ രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നതെന്നുള്ളത് ഈ സന്ദേശങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കിയാൽ ഒന്നാമത് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. കർത്താവ് ഒന്നാമത് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ഓർ ഡെസിഗ്നേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൽ പ്രധാനമായും യേശുവിന്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനവും വ്യക്തമാക്കുന്നു. തേജസ്കരിക്കപ്പെട്ട യേശു 1-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ കണ്ട ചില കാര്യങ്ങളാണ് ഓരോ സഭയോടും എടുത്തു പറയുന്നത്. എല്ലാവരോടും ഒരേ തരത്തിലല്ല താൻ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിന് തന്നെ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. ഉദാഹരണത്തിന് എഫെസോസിലെ സഭയോട് പറഞ്ഞത് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 1-ാം അധ്യായം 13, 16, 20 വാക്യങ്ങളിൽ കാണുന്നതാണ്. മുർണയിലെ സഭയോട് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. 1-ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങളിൽ ഇത് കിടപ്പുണ്ട്. മൂന്നാമതായിട്ട് പെർഗമാസ് സഭയോട് 2:12 പറയുന്നത്, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഇത് 1:16 കിടപ്പുണ്ട്. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ത്വൈഥൈര സഭയോട് ഇങ്ങനെയാണ് പറയുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. 1:15 നമുക്കിത് വായിക്കുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സർദീസ് സഭയോട് പറയുന്നത്, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. 1:16 ഇത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്.
3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഫിലാദൽഫിയ സഭയോട് പറയുന്നത്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 1:18 നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ലവോദിക്ക സഭയോട് 3:14 പറയുന്നത്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. 1:15-18 വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 1-ാം അധ്യായത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ ചില സവിശേഷതകൾ, ചില ഔദ്യോഗിക സ്ഥാനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഓരോ സഭയ്ക്കും തന്നെ തന്നെ പരിചയപ്പെടുന്നത്. അത് തന്നെ വ്യത്യസ്തമാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട്, തന്നെ തന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം സഭ ചെയ്ത നല്ല കാര്യങ്ങൾ കണ്ടിട്ട് സഭയെ അഭിനന്ദിക്കുന്നതാണ് നാം കാണുന്നത്. ഹി കമൻസ് ദ ചർച്ച് ഓർ ഹി ഗിവ്സ് ആൻ അപ്രൂവൽ. സഭയ്ക്കൊരു അംഗീകാരം കൊടുക്കുകയും സഭയെ ഒന്ന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അറിയുന്നു, നിങ്ങൾ ചെയ്തത് ഞാൻ അറിയുന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു ഭാഗം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ എഫെസോസ് സഭയോട് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. സ്മുർണ സഭയോട് 2:8-9 വാക്യങ്ങളിൽ, പെർഗമാസിനോട് 2:12-13 വാക്യങ്ങളിൽ, ത്വേധൈര സഭയോട് 2:18-19 വാക്യങ്ങളിൽ, സർദീസിലെ സഭയോട് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ഫിലാദൽഫിയ സഭയോട് 3:7-8 വാക്യങ്ങളിൽ, ലവോദിക്ക സഭയോട് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ. അപ്പൊ എല്ലാ സഭകളോടും തന്നെ തന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഒരു അഭിനന്ദന വാചകം, ഞാൻ അറിയുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട്, സഭയുടെ പോരായ്മ, സഭയുടെ കുറവ് എന്ത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കമൻഡേഷൻ ഫോളോഡ് ബൈ കണ്ടംനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്രൂവൽ ഫോളോഡ് ബൈ അക്യൂസേഷൻ. ആദ്യം അഭിനന്ദിച്ചു, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് കുറവുള്ളത്, എന്താണ് പോരായ്മയുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പലപ്പോഴും എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്ന പ്രയോഗം നമുക്ക് എല്ലാ സഭകളുടെയും സന്ദേശങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. 2:4, 14, 20, 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെ വായിക്കുമ്പോൾ എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്ന കുറ്റപ്പെടുത്തൽ, പോരായ്മ എടുത്തു കാണിക്കൽ കാണാൻ കഴിയും. സ്മുർണ സഭയെക്കുറിച്ചും ഫിലാദൽഫിയ സഭയെക്കുറിച്ചും കുറ്റം പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പൊ അതിൽ നിന്ന് എന്താണ് നാം ഗ്രഹിക്കേണ്ടത്? വേണമെങ്കിൽ കുറ്റമറ്റ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയും. അതിന്റെ തെളിവാണ് ഈ 2 സഭകൾ. അവർക്കൊരു കുറ്റവും കർത്താവ് എടുത്തു പറയുന്നില്ല. അപ്പോൾ കുറ്റമറ്റ ഒരു ജീവിതത്തിലേക്ക് പലപ്പോഴും അങ്ങനെ ആർക്കും പറ്റുകയില്ല എന്ന് നാം പറയുമ്പോൾ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഈ 2 സഭകൾക്ക് അങ്ങനെ ഒരു പോരായ്മ എടുത്തു പറയുന്നില്ല എന്നുള്ളത്. നാലാമതായിട്ട്, കുറ്റം എടുത്തു കാണിച്ചതിന് ശേഷം യേശു സഭയെ ഉപദേശിക്കുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ശാസനയോട് കൂടിയ ഒരു ഉപദേശം നൽകുന്നതാണ് നാം കാണുന്നത്. അഡ്മോണിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഡ്വൈസ് അല്ല, ഒരു അഡ്മോണിഷൻ, ചെറിയ ശാസനയോട് കൂടിയ ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത്. എവിടെ എന്ത് ക്രമീകരണം നടത്തണം എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതലും നമ്മൾ കാണുന്നത് മാനസാന്തരപ്പെടുക എന്ന സന്ദേശമാണ്. മാനസാന്തരപ്പെടുക. കർത്താവ് സഭകൾക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങളിലും കർത്താവ് പറഞ്ഞത് മാനസാന്തരപ്പെടുക. 2:5, 16, 22, 3-ാം അധ്യായത്തിന്റെ 3, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക എന്ന് ആവർത്തിച്ച് സഭകളോട് പറയുന്നു. ഇവിടെയും സ്മുർണയോടും ഫിലാദൽഫിയോടും മാനസാന്തരപ്പെടുവാനായിട്ട് പറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കുറ്റമില്ല. കുറ്റമില്ലാത്തപ്പോൾ പിന്നെ മാനസാന്തരപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് നിരന്തര മാനസാന്തരത്തിൽ ജീവിക്കുവാനും സഭകൾക്ക്, വ്യക്തികൾക്ക് കഴിയും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അഞ്ചാമതായിട്ട്, സഭയുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ട് സഭയോടൊരു ഉടമ്പടി ചെയ്ത് നീ ജയിച്ചാൽ, അല്ലെങ്കിൽ നീ ഈ തരത്തിലേക്ക് വന്നാൽ നിനക്കൊരു പ്രതിഫലം തരാം എന്ന് കർത്താവ് പറയുന്നതാണ് 5-ാമത്തെ ഭാഗം. ശ്രദ്ധിച്ച് ആത്മാവ് പറയുന്നത് കേട്ട് ജീവിതം ക്രമീകരിച്ച് ജയാളിയായാൽ പ്രതിഫലം തരും എന്ന് കർത്താവ് സഭയ്ക്കൊരു വാഗ്ദത്തം നൽകുകയാണ്. 2:7, 11, 17, 26, 3-ാം അധ്യായത്തിന്റെ 5, 12, 21 വാക്യങ്ങൾ വായിക്കുക. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് പറയുന്നത് കേൾക്കണമെന്നും ജയിക്കണമെന്നും പ്രതിഫലമുണ്ടെന്നും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ജയിക്കണം, ബി വിക്ടോറിയസ്, ബി ആൻ ഓവർകമർ. ഇത് നമ്മൾ നേരത്തെ പുസ്തകത്തിന്റെ തന്നെ തീമായിട്ട് പഠിച്ചിട്ടുണ്ട്, ഓർക്കുക. 2,
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് സഭ മുഴുവൻ കേൾക്കാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചെവിയുള്ള വ്യക്തികൾ ശ്രദ്ധിച്ച് ആത്മാവിന്റെ ആലോചന ഗ്രഹിച്ച് യേശുവിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ കൂടി മുന്നേറാനായിട്ടും ജയം സുനിശ്ചിതമായിട്ട് പ്രാപിക്കുവാനായിട്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ചില വാക്യങ്ങൾ വേറെ ചില ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. 143 സങ്കീർത്തനത്തിന്റെ 10 വാക്യം ഇങ്ങനെയാണ്. 143 സങ്കീർത്തനം 10 വാക്യം. ദൈവത്തിന്റെ നല്ല ആത്മാവ് നമ്മെ നേർനിലത്തിൽ നടത്തും. ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹം നാം നേർനിലത്തിൽ നടക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നല്ല ആത്മാവ് നമ്മളെ എപ്പോഴും നേർനിലത്തിൽ നടത്തും. 38 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മൾ ആലോചന ശ്രവിച്ച് കേട്ട് തിരുത്തലുകൾ, മാറ്റങ്ങൾ വരുത്തണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. യെശയ്യാവ് 30:20-21. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഉപദേശിക്കുന്നതിനായിട്ട്, ഡയറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അയക്കുന്നുണ്ട്. ആ ആത്മാവിന്റെ ആലോചന കേട്ട് ശരിയായ തരത്തിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 103 സങ്കീർത്തനത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി, നമുക്ക് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായും ഇരിക്കുന്നതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ സഭകളെ കുറിച്ചുള്ള വിലയിരുത്തൽ നാം സസൂക്ഷ്മം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വരും. അതെന്താണെന്ന് ചോദിച്ചാൽ, ആകെയുള്ള 7 സഭകളിൽ 100% മാർക്ക് നേടിയ 2 സഭകളുണ്ട്. ഞാൻ 2 സഭകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു, സ്മുർണയും ഫിലദൽഫിയയും. ഈ 2 സഭകൾക്കും മാനസാന്തരപ്പെടേണ്ടതായിട്ടില്ല, അവരുടെ കുറ്റങ്ങൾ എടുത്ത് കാണിച്ചില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അവർക്ക് കർത്താവ് 100% മാർക്ക് നൽകി. അവർ പൂർണ്ണമായിട്ടും അറിഞ്ഞ കാര്യങ്ങളിൽ, സത്യങ്ങളിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 2 സഭകളുടെ സവിശേഷതകളും കൂടി നാം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സ്മുർണ സഭ പീഡനത്തിൽ കൂടി കടന്നുപോയ ഒരു സഭയാണ്. ഇറ്റ് വാസ് എ പെർസിക്യൂട്ടഡ് ചർച്ച്. സോ ദേ ലേൺഡ് ഹ്യൂമിലിറ്റി. അവർ താഴ്മ പഠിച്ചു. അതുകൊണ്ട് കുറവുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കും ആവശ്യം താഴ്മ പഠിക്കുക. അതുകൊണ്ടാണ് ചിലപ്പോൾ കർത്താവ് നമ്മളെ പീഡനത്തിൽ, പ്രയാസത്തിൽ, കഷ്ടതയിൽ കൂടി കടത്തിവിട്ട് നമ്മളെ താഴ്ത്തി നമുക്ക് ഞെരുക്കത്തിന്റെ അപ്പമൊക്കെ തരുന്നത്. അപ്പോഴും അവന്റെ ഉപദേശം, ആ ഉപദേഷ്ടാവ് നമുക്ക് മറഞ്ഞിരിക്കുകയില്ല. ഫിലാദൽഫിയ സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സഹോദര സ്നേഹം ആചരിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും കർത്തൃസേവനത്തിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്ത ഒരു സഭയാണ് ഫിലാദൽഫിയ സഭ. ദേ പ്രാക്ടീസ്ഡ് ബ്രദർലി ലവ് ആൻഡ് ദേ ഗോട്ട് പ്യൂരിഫൈഡ്. ബ്രദർലി ലവ്, സഹോദര സ്നേഹം, കർത്താവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഫിലാദൽഫിയ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രദർലി ലവ് എന്നാണ് അർത്ഥം. നാം അങ്ങനെ സ്നേഹിക്കണം. അതിൻ്റെ ഒരു കൽപ്പനയും ഒരു മാതൃകയുമാണ് കർത്താവ് നൽകിയത്. അത് ആചരിച്ചത് കൊണ്ടാണ് ആ സഭയ്ക്കും 100% മാർക്ക് വാങ്ങുവാനായിട്ട് കഴിഞ്ഞത്. 50% മാർക്ക് അല്ലെങ്കിൽ 50-50 നേടിയ 3 സഭകളുണ്ട്. എഫെസോസ്, പെർഗമാസ്, തിയഥൈര. ഈ 3 സഭകളാണ് പകുതി കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്. ബാക്കി പകുതി ശരിയാകാനായിട്ട് കിടക്കുകയാണ്. എഫെസോസ് സഭയെക്കുറിച്ച് നാം നോക്കുമ്പോൾ അതൊരു യാഥാസ്ഥിതിക സഭയായിരുന്നു. യാഥാസ്ഥിതിക മനോഭാവം അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നൊരു കുറവും ഉണ്ടായിരുന്നു. വിത്ത് ദെയർ ഓർത്തഡോക്സി ദേ ലോസ്റ്റ് ദെയർ ഫസ്റ്റ് ലവ്. അതുകൊണ്ടാണ് അവർക്ക് 50% മാർക്ക് നഷ്ടപ്പെട്ടത്. പെർഗമാസ് സഭയെ നാം നോക്കുമ്പോൾ അവർ വളരെ വിശ്വസ്തരായിരുന്നു, ദേ വർ ഫെയ്ത്ത്ഫുൾ. പക്ഷേ ദുരുപദേശത്തിന് വിധേയപ്പെട്ടു. ദേ പെർമിറ്റഡ് ഹെറിറ്റിക് ടീച്ചിങ്സ് ടു ഗെറ്റ് ഇൻ ടു ദ ചർച്ച്. തെറ്റായ ഉപദേശങ്ങൾ സഭയിൽ കയറുവാനായിട്ട് അനുവാദം കൊടുത്തു. അതുകൊണ്ട് അവർക്ക് 50% മാർക്ക് നഷ്ടപ്പെട്ടു. ത്വൈഥൈര സഭയെ നോക്കുമ്പോഴും അവര് ഉത്സാഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സഭയായിരുന്നു. ദേ വർ ഗ്രോയിങ് ഇൻ സീൽ, ഇൻ എന്തൂസിയാസം. ബട്ട് ദർ ഓൾസോ ഹെറിറ്റിക് ടീച്ചിങ്സ്, തെറ്റായ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ കടന്നു വന്നു. അതുകൊണ്ടാണ് അവരുടെ മാർക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സ്നേഹം നഷ്ടപ്പെടരുത്. തെറ്റായ ഉപദേശങ്ങൾ ഒരിക്കലും സഭയിൽ കടന്നു വരുവാനോ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളെ സ്വാധീനിക്കുവാനോ
അനുവദിക്കരുത്. വചനത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കുക. പിന്നെ ഏറ്റവും മോശമായിട്ട് 2 സഭകളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, സർദീസും ലവോദിക്കയും. ഈ 2 സഭകളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സർദീസ് രാജ്യത്തിന്റെ സംരക്ഷണം ലഭിച്ചു, പേട്രണൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്, രാജ്യത്തിന്റെ സംരക്ഷണം ലഭിച്ചു. അപ്പോൾ ജാതികീയമായ ആചാരങ്ങൾ ധാരാളമായിട്ട് സഭയിലേക്ക് കടന്നു. നമുക്കൊരു പേട്രണൈസ്ഡ് ചർച്ചായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പെർസിക്യൂട്ടഡ് ചർച്ചായിട്ടിരിക്കുന്നതാണ്. കാരണം രാജ്യം നമ്മളെ സംരക്ഷിക്കുമ്പോൾ പലപ്പോഴും രാജ്യ ഭരണകർത്താക്കൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ സഭയിൽ കടക്കും, ഉള്ള മാർക്ക് മുഴുവൻ നഷ്ടപ്പെടാൻ ഇടയായി തീരും. ലവോദിക്ക സഭയെ നാം നോക്കുമ്പോൾ അവർക്ക് വിശ്വാസത്യാഗം സംഭവിച്ചു, അതുകൊണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് അവർ ഭാവിച്ചു. ആൻഡ് ക്രൈസ്റ്റ് വാസ് ഔട്ട്സൈഡ് ദ ചർച്ച്. ആ സഭയോടാണ് പറഞ്ഞത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് പുറത്തു പോകത്തക്ക തരത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുകയും അവർക്ക് ഒന്നുമില്ല എങ്കിലും ഉണ്ട് എന്നവർ അഭിമാനിക്കുകയും ചെയ്തു. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ മാർക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ സഭകളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഏറ്റവും അനുകരിക്കാൻ കൊള്ളാവുന്നത് 100% മാർക്ക് കിട്ടിയ സ്മിർന സഭയും ഫിലദൽഫിയ സഭയുമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ വ്യക്തി ജീവിതത്തെയും സഭാജീവിതത്തെയും വിലയിരുത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ മുഖവരയോടുകൂടി നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ച് 1-ാമത്തെ സഭ, എഫെസോസിലെ സഭ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കർത്താവ് പറഞ്ഞത് എന്ന പഠനത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പൊതുവായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. യേശുക്രിസ്തു സഭകളെ വിലയിരുത്തിയതിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ചിലപ്പോൾ ഇതുപോലെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ട് വന്നേക്കാം. ചിന്തിക്കുക, ഒരു പുതിയ സ്ഥലത്ത്, ഒരു പുതിയ രാജ്യത്ത് നാം താമസമാക്കി അല്ലെങ്കിൽ ജോലി മാറി ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നു എന്ന് കരുതുക. ആ സ്ഥലത്ത് നാം നോക്കുമ്പോൾ ധാരാളം ദൈവസഭകൾ കാണും. ഏത് സഭ തിരഞ്ഞെടുക്കണം, ഏത് സഭയിൽ ചേർന്ന് ആരാധിക്കണം എന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോൾ ആ സ്ഥലത്തുള്ള സഭകളെ നാം വിലയിരുത്തും. അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചും ശുശ്രൂഷകനെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച് നമ്മൾ വിലയിരുത്തലുകൾ നടത്തും. സ്വാഭാവികമാണ്. ചിലപ്പോൾ നമ്മൾ സഭാ ഹാളുകളെ നോക്കുമ്പോൾ വളരെ മനോഹരവും ആകർഷണീയവുമായ ചുറ്റുപാടുകളുള്ള സഭകളെ കണ്ടുവെന്ന് വരാം. എന്നാൽ സഭ കെട്ടിടമല്ലല്ലോ. അതുകൊണ്ട് ഹാളിനകത്ത് ആരാധന എങ്ങനെ ഇരിക്കുന്നു, ജീവന്റെ ചൈതന്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ പുറമെ ഹാൾ വളരെ മനോഹരമാണെങ്കിലും ഹാളിനകത്ത് ആരാധന നിർജീവവും ചേതനയറ്റതും ആകുമ്പോൾ ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ട് നമ്മൾ അവിടുത്തെ ആരാധന മതിയാക്കി എന്ന് വരാം. ചിലപ്പോൾ ഹാളുകൾ അത്ര മനോഹരമായിരിക്കണമെന്നില്ല, എന്നാൽ സഭാജീവിതം ചൈതന്യമുള്ളതും ഉത്സാഹഭരിതവും ശുശ്രൂഷകൻ തികഞ്ഞ ഒരു ആത്മീയനും ഒക്കെ ആയി എന്ന് വരാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുറമേ കാണുന്നതല്ല സഭയുടെ അകത്തെ അവസ്ഥ. പുറമേ ധനികനാണ് എന്ന് തോന്നിയാൽ, പല സഭകളും അങ്ങനെ ഭാവിച്ചു. യേശു വിലയിരുത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളങ്ങനെ ഭാവിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അതല്ല. ഉദാഹരണത്തിന് 3:17 ലവോദിക്ക സഭയോട് പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുകയാൽ. അപ്പോൾ അവന്റെ ഭാവം ഞാൻ ധനികനാണ് എന്നൊക്കെയാണ്, പക്ഷെ ഒരിക്കലും അവൻ ധനികൻ ആയിരുന്നില്ല. അപ്പോൾ ദരിദ്രരെന്ന് നാം വിധിക്കുന്ന സഭകൾ യേശുവിന്റെ ദൃഷ്ടിയിൽ ധനികരാകാം. എന്നാൽ നമ്മൾ ധനികരെന്ന് കരുതുന്നത് ചിലപ്പോൾ ധനികരാകണമെന്നും ഇല്ല. 2:9 സ്മിർന സഭയെക്കുറിച്ച് വായിക്കുമ്പോൾ, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നോക്കിയാൽ ദരിദ്ര സഭയാണ്, എന്നിട്ട് ഹൈഫൺ ഇട്ട് പറയുകയാണ്, നീ ധനവാനാകുന്നു താനും. ഇപ്പോൾ പുറമേ ദാരിദ്ര്യമുണ്ടെങ്കിലും അവരകത്ത് വളരെ ധനമുള്ളവരായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ മക്കതോന്യ സഭകളെ കുറിച്ച് വായിച്ചാൽ അവർക്ക് കഷ്ടതയും മഹാദാരിദ്ര്യവും ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറി നോക്കിയാൽ സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യവും. അപ്പിയർ പുവർ ആൻഡ് അപ്പിയർ ഇൻ ട്രിബുലേഷൻ ബട്ട് റിയലി ദേ വർ റിച്ച് ഇൻ സ്പിരിച്വൽ ലൈഫ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? സഭയുടെ പുറമേ കാണുന്ന അവസ്ഥകളല്ല സഭയുടെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ. സഭയുടെ തലയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സഭകളെ പരിശോധിച്ച് സഭകളുടെ യഥാർത്ഥ അവസ്ഥ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. എന്തുകൊണ്ട്? അവൻ പുറമേ ഉള്ളതല്ല, അകമേയുള്ളതാണ്
കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹി ഇന്റർവീൻസ് ആൻഡ് ഹി ഇൻസ്പെക്ട്സ്. അവൻ ഇടപെട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ തുയഥൈര സഭയോട് കർത്താവ് അങ്ങനെ പറയുക തന്നെ ചെയ്യുകയുണ്ടായി. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മാൻ ലുക്കത്ത് ഓൺ ദി ഔട്ട്വേർഡ് അപ്പിയറൻസ്, ബട്ട് ദ ലോർഡ് ലുക്കത്ത് ഓൺ ദ ഹാർട്ട്. പുറമേ കാണുന്നതാണ് മനുഷ്യൻ നോക്കുന്നത്, എന്നാൽ ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. 1 രാജാക്കന്മാർ 8:40 നാം വായിക്കുന്നത്: നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആസിയയിലെ 7 പ്രാദേശിക സഭകൾക്കുള്ള ഈ സന്ദേശങ്ങളിൽ ഓരോ സഭയെയും ഒരു സ്കാനിന് വിധേയപ്പെടുത്തുകയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. സഭയുടെ ശരിയായ അവസ്ഥ അവർ ഗ്രഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഈ 7 സഭകൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ സഭകളും ഈ വിലയിരുത്തൽ സന്ദേശങ്ങൾ വായിച്ച് അതിന്റെ പ്രയോജനം ഓരോ സഭയും ഓരോ വ്യക്തിയും എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ ഭാഗമായിട്ട് ഈ സന്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സഭകൾ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. 7 പ്രാവശ്യവും നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ യേശു വ്യക്തികളോടും സംസാരിക്കുന്നു. ചെവിയുള്ളവൻ, അതും വളരെ പ്രസക്തമാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ പഠനവും പ്രസക്തമാകുന്നത്. വ്യക്തികൾ അല്ലെങ്കിൽ വിശ്വാസികൾ കൂടിയിട്ടാണല്ലോ സഭ ഉണ്ടാകുന്നത്. സഭകളുടെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം നിശ്ചയിക്കുന്നതും സഭയിലുള്ള വ്യക്തികൾ ആണെന്നുള്ള കാര്യം മറന്നുപോകരുത്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ നാം ഓരോരുത്തരും അത് വ്യക്തിപരമായി അവരവരുടെ ജീവിതത്തെ, അവരവരുടെ ഹൃദയത്തെ ശോധന ചെയ്ത് ക്രമീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കണം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിക്കും എന്നാണ്. മറന്നുപോകരുത്, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന്. നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്തു തരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തനിക്ക് അറിയാവുന്നവരും പീഡനത്തിൽ കൂടി കടന്നു പോകുന്നവരുമായ സഭകളെ എങ്ങനെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന യോഹന്നാന് കർത്താവ് നൽകിയ ഈ സന്ദേശങ്ങൾ വളരെ വലിയൊരു ആശ്വാസമായി എന്നതിന് തർക്കമില്ല. നേരത്തെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതുപോലെ ലോകത്തെ വിധിക്കുന്നതിന് മുമ്പ് യേശുവിന് തന്റെ ജനത്തെ വിധിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. മറന്നുപോകരുത്. 1 പത്രോസ് 4:17 പല പ്രാവശ്യം നാം വായിച്ചതാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. ന്യായവിധി വിശുദ്ധ മന്ദിരത്തിലാണ് എപ്പോഴും തുടങ്ങുന്നത് എന്ന് മറന്നുപോകരുത്. നമുക്ക് കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുവാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ക്രമീകരിക്കുവാനും വിശുദ്ധീകരണത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാനും ഈ ചിന്തകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. വിശുദ്ധീകരണത്തിൽ നിലനിൽക്കുന്ന ഒരു സഭയ്ക്ക് ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങളെ ഭയപ്പെടാനില്ല. അത് പിശാചിൽ നിന്നുള്ളതായാലും മനുഷ്യരിൽ നിന്നുള്ളതായാലും ഒരു തരത്തിലും അവർക്ക് ഭയപ്പെടാനില്ല. കാരണം അവർ വിശുദ്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന സഭയ്ക്ക് ആണ് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ എളുപ്പം. കാരണം കഷ്ടത ദൈവം അയക്കുന്നത് പലപ്പോഴും നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ടാണ് എന്ന് മറന്നുപോകരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ കഷ്ടത നമ്മെ വിശുദ്ധീകരിക്കുവാനും നാം പാപം വിട്ടൊഴിയുവാനുമാണ് കർത്താവ് അയക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ രാജ്യത്തിന്റെ പരിരക്ഷണയിൽ, രക്ഷാകർതൃത്വത്തിലും സംരക്ഷണയിലും ഇരിക്കുന്ന ഒരു സഭയ്ക്ക് എന്നും അശുദ്ധമായിട്ടിരിക്കുന്നതിനെ കഴിയുകയുള്ളൂ. അവർക്ക് ദൈവപ്രസാദം ലഭിക്കുന്നതിനേക്കാൾ
മറ്റു പലരെയും പ്രസാദിപ്പിക്കാനുണ്ടാകും. അതിനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ സഭയ്ക്ക് രാജ്യത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് എന്ന് കാണണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നമ്മളെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയും ഗൗരവവും ഇല്ലാതെ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം സഭകൾക്കുള്ള സന്ദേശങ്ങൾ ഗ്രഹിക്കുവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് എഫെസോസിലെ സഭയ്ക്കുള്ള സന്ദേശം ഒന്ന് വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വിശകലനം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. ഇന്ന് നമ്മളൊരു മുഖവുരയാണല്ലോ പഠിച്ചത്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ സന്ദേശം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് എന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. പൊതുവായിട്ട് നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവന്റെ ഒരു സ്കാൻ റിപ്പോർട്ട് നമുക്ക് തരികയാണ്. എന്നിട്ട് നമ്മോട് പറയുന്നത്, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ്. നമ്മുടെ നടപ്പും പ്രവൃത്തിയും ഒക്കെ നമ്മൾ നന്നാക്കുകയും ആത്മാവ് പറയുന്നത് കേൾക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ജയിച്ച് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ തരത്തിലുള്ള ഒരു ജൈവജീവിതം നയിക്കുന്നതിനായിട്ടുള്ള ഒരു ഒരുക്കം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകട്ടെ. പീഡനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. മറ്റെല്ലാ പ്രതികൂലങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, പാപം വിട്ട് നാം ഒഴിയേണ്ടതിനാണ്. ആ കാര്യം ഓർത്ത് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കർത്താവെ ഇൻസ്പെക്ട് ചെയ്യുകയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ, നീ ഇടപെട്ട് ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരുമ്പോൾ അത് അംഗീകരിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, തിരുത്തുവാൻ, മാനസാന്തരപ്പെടുവാൻ, കർത്താവ് ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ കൃപ കർത്താവെ വചനം കേട്ട എല്ലാവരുടെ മേൽ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തായെന്ന് ചെവിയുള്ള ഓരോരുത്തരും കേൾക്കുവാനും ജയിക്കുന്നവരായിട്ടിരിക്കുവാനും അവിടുത്തെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.